Hi friends, welcome back to my YouTube channel. Dubai days in my life third day ആണ് ഇന്നിപ്പോൾ മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞു. രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് എണീറ്റത്. ഏട്ടൻ ഡ്യൂട്ടിക്കൊക്കെ പോവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴത്തേക്കും പോലെ പുറത്തേക്ക് നോക്കി. അപ്പോൾ ഫുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്നൊരു ബ്രെഡാണ്, വീറ്റ് ബ്രെഡ്, പിന്നെ ഫിഷ് കറി. ഈ രണ്ടുമാണ് ഇന്ന് രാവിലെ കഴിക്കുന്നത്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. എന്നത്തെ പോലെ നോൺ പ്ലാൻഡ് ഡേയ്സാണ് വരുന്നത്. എന്തൊക്കെ എങ്ങോട്ട് പോകുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഒന്നും ഒരു പ്ലാനും ഇല്ല. വെറും ഒരു ജസ്റ്റ് പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുകയാണ്. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ പറയും ഒന്ന് പുറത്ത് പോവുക, എന്തെങ്കിലും വാങ്ങാം, അല്ലെങ്കിൽ എങ്ങോട്ട് പോവുക, അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ പെട്ടെന്ന് തീരുമാനിക്കുന്ന ഓരോ ട്രിപ്പും പോക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എന്താണോന്ന് ഒന്ന് മോർണിംഗ് ഇങ്ങനെ തീരുമാനിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പം എങ്ങോട്ടൊക്കെ തോന്നുന്നത് അങ്ങനെ. അപ്പം ഇപ്പം ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാതിരിക്കും. പിന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഏട്ടൻ എത്താനാവും. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ച് വരും. ലഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഞ്ച് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ 3 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഏട്ടൻ എത്താനാവും. പെട്ടെന്ന് തന്നെ ടൈം പോകുന്നുണ്ട് ഇവിടുന്ന്. ഒറ്റയ്ക്കാണെങ്കിലും എന്താ അറിയില്ല, വേഗം ടൈം പോവുക, വേഗം 3 മണിയാവുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തീരെ സമയമല്ല, അപ്പോഴത്തേക്ക് വേഗം സമയം ഓടുകയാണ്. അതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. ഇന്ന് ലേറ്റായി, കുറച്ച് നേരം വൈകി എണീറ്റു. പക്ഷെ വേഗം നേരത്തെ എണീറ്റൊന്നും പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നോർമൽ ഒരു ഡേ അല്ലേ. അതുകൊണ്ട് ഇന്നിപ്പോൾ തേർഡ് ഡേ ആണ് ദുബായിൽ. ഇനി കുറച്ച് ഡേയ്സ് കൂടി ഉള്ളൂ. സോ പോകാനാകുമ്പോൾ ഒരു മിസ്സിങ് ആണ്. വരുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര സംഭവമായിട്ട് വന്നെങ്കിലും പോകാൻ നേരത്തെ ഒരു ഭയങ്കര ഇതാണ്. പക്ഷേ നാട്ടിൽ എന്തായാലും പോകണം. 7th month സ്റ്റാർട്ടിംഗ് ആണ്. സോ അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എന്തായാലും മസ്റ്റായിട്ട് നാട്ടിലേക്ക് പോകും വേണം. ആ ഒരു ഇതാണ്. അതിൻ്റെ ഇടയിൽ ഏട്ടനൊന്ന് കാണാനും, ഇങ്ങനെയൊന്നും കണ്ടില്ലല്ലോ എന്നെ, ഇങ്ങനെയൊക്കെ ആവുന്നതിന് മുമ്പൊന്ന് കണ്ടതല്ലേ ഏട്ടൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണാനും കൂടി ആയിട്ട്, ഏട്ടനും കൂടി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെടാ. അതുപോലെ ദുബായിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ജസ്റ്റ് ഒരു വിസിറ്ററായിട്ട് വന്നതായിരുന്നു 2 months. ആ 2 months കാറുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് റൂമിൽ നിന്ന് കാറിൽ പോയി ഓരോരോ പ്ലേസ് കാണുക, വീണ്ടും തിരിച്ച് അതേപോലെ വരിക, ആ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദുബായ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ഇവിടെ തന്നെ ആയ ടൈമിൽ കാറില്ല. അപ്പോൾ കാറില്ലാത്തപ്പോൾ ഇവിടുത്തെ മെട്രോയിലും ബസ്സിലും ഇവിടെ നോർമൽ ദുബായിൽ ഇങ്ങനെ നോർമലായിട്ട് ജീവിക്കുന്ന പോലെ ജീവിച്ചപ്പോൾ ഭയങ്കര ദുബായ്, അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ദുബായ് ഒന്ന് ഇഷ്ടപ്പെട്ടത്. അതുവരെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്ന ഒരാളൊന്നുമല്ല. ദുബായ് കാണണം, ദുബായിൽ നിൽക്കണം അങ്ങനെയൊന്നും വിചാരിക്കുകയില്ല. അതിനാണ് എനിക്ക് നാട്ടിലാരോ സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ വീണ്ടും കാണണം അതൊക്കെ ഇങ്ങനെ പറയാറ്. അങ്ങനെ ദുബായ്ക്ക് വരണം അങ്ങനത്തെ ഒരു ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു. അൺഎക്സ്പെക്റ്റഡ്ലി വന്നതാണ് ഞാനിവിടെ. ദുബായിൽ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല ഒരിക്കൽ പോലും. അപ്പം പക്ഷേ ഫസ്റ്റ് ടൈം ആ 2 months ഫുള്ള് ഇങ്ങനെ ജസ്റ്റ് ഓരോ പ്ലേസ് കാണുമ്പോൾ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ബുർജ് ഖലീഫ കാണണം അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ചിലപ്പോൾ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ദുബായിൽ വന്നിട്ട് ഓരോന്ന് ചെയ്യണം അതൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇതും ഇല്ലാത്ത ഒരാളായിരുന്നു. പിന്നെ എനിക്ക് നാട്ടിൽ ഓരോ സ്ഥലങ്ങളും അതും ഇതൊക്കെ കാണാനായിരുന്നു എനിക്ക് പിന്നെയും താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഫസ്റ്റ് 2 months ഫുൾ അങ്ങനെ ഒരു വിസിറ്ററായിട്ട് മാത്രം നിന്നതായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവിടെ റെഡ് സെറ്റിൽ ആയപ്പോഴാണ് ഇവിടുത്തെ നോർമൽ ആൾക്കാരൊക്കെ പോണത് പോലെ മെട്രോയിൽ കയറിയും അതായത് ബസ്സിൽ കയറി. എനിക്ക് മെട്രോയിൽ എനിക്ക് കയറി നാട്ടിലേക്ക് പിന്നെ തിരിച്ചു പോയപ്പോൾ ഒരു മിസ്സിങ് സൗണ്ട് എന്ന് പറയണത്, മെട്രോയിൽ കയറി കഴിഞ്ഞാൽ ഡോർ ക്ലോസിങ് എന്ന് പറയും. ഡോർ ക്ലോസിങ്. പിന്നെ ഒരു ബുർജ് എന്താ പറയുക,
കൂത്തൻകുളം എന്ന് പറയും. ആ ഒരു സാധനം അറബിക്ക് എന്തോ വേർഡാണ്, പക്ഷെ എനിക്ക് ആ കൂത്തൻകുളം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ മലയാളത്തിൽ ഒരു നാട്ടിലെ ഏതോ സ്ഥലമൊക്കെ പറയണ കൂത്തൻകുളം എന്നൊക്കെ പറയണ പോലെ അങ്ങനെ ഒരു ഫീൽ വരുമ്പോൾ ഞാൻ അങ്ങനെ ട്രോൾ ചെയ്തിരുന്നു ഏതേരും. ഈ മെട്രോയിൽ കയറുമ്പോൾ തന്നെ ഡോർ ക്ലോസ് ചെയ്യും, ആ ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഡോർ ക്ലോസിങ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു കൂത്തൻകുളം എന്ന് പറയും. ആ കൂത്തൻകുളം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാനിങ്ങനെ ഏട്ടൻ്റെ അടുത്ത് ഞാൻ പോകുന്ന സമയത്ത് ഏട്ടൻ്റെ അടുത്ത് പറയും ഇപ്പോൾ കൂത്തൻകുളം പറയും, കൂത്തൻകുളം കേൾക്കാൻ. പിന്നെ നാട്ടിലെത്തിയപ്പോൾ ഈ കൂത്തൻകുളം കേൾക്കാൻ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ മെട്രോ കയറിയിട്ടില്ല, എപ്പോഴും കയറാൻ കഴിയുമോ അറിയില്ല. ആ ഒരു സൗണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. മെട്രോ എന്നുള്ള ആ ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അറബിക്ക് ഒരിത് പറയും, ആ ഒരു സൗണ്ട് അത് കയറിയവർക്ക് കേട്ടിട്ടുണ്ടാവും. ആ ഒരു സൗണ്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. നാട്ടിലെത്തി കഴിഞ്ഞിട്ട് ആ സൗണ്ട് മിസ്സിങ് ആയിരുന്നു, ഭയങ്കര നല്ലൊരു രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സൗണ്ടായിരുന്നു. അത് കേട്ട് കേട്ട് ആ ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു, ഇനി എൻ്റെ മൂവി ടൈമാണ്. ഇനി ഞാൻ കുറച്ച് നേരം എടുത്തു സിനിമ കാണാൻ പോവാണേ. അത് കഴിഞ്ഞ് ഞാൻ കണ്ടിന്യൂസ് ഒരു മൂവി ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് തീർത്തിട്ട് എണീക്കുന്ന ഒരാളേ അല്ല. കുറച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ഞാൻ നിർത്തും, ഒരു ബ്രേക്ക്. അത് ആ ബ്രേക്കിൽ ഞാൻ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ മൂവി തന്നെ പിന്നെയും കാണുള്ളൂ. അങ്ങനെ ഒറ്റ സ്ട്രക്ചറിൽ ഇരുന്ന് കാണണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല. കുറച്ചൊക്കെ ഞാൻ കാണാറ്. ബോറടിക്കുമ്പോൾ മൂവി കാണും, ഇനി മൂവി കണ്ട് ബോറടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എൻ്റെ ഉച്ചയ്ക്കത്തെ ഫുഡ് വന്നു. ഒരുപാട് സാധനങ്ങളുണ്ട്, കാണിച്ചു തരാം. ചോറും കൊണ്ടാട്ടമുളകും, പിന്നെ മീൻകറി വെക്കണ്ട ഞാൻ പറഞ്ഞതാണ്, പക്ഷെ മീൻകറി വെച്ചിട്ടുണ്ട്. എന്തോ സ്രാവ് കറി വെക്കാന്ന് തോന്നുന്നു. പിന്നെ എന്താ ഒരു സാമ്പാർ പോലത്തെ ഒരു പച്ചക്കറി, പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ഉപ്പേരി എന്തോ ഒരു കറിയുണ്ട്, മോര്, രസം, ഉപ്പേരി, പിന്നെ ഒരു മഞ്ഞക്കറി, പായസം ഉണ്ട്. പായസം പക്ഷെ ഞാൻ തുറന്നില്ല, അത് ഏട്ടൻ വരുമ്പോൾ ഏട്ടന് കൊടുക്കാം, ഞാൻ പായസം കുടിക്കില്ല. ചമ്മന്തി, അച്ചാർ, പിന്നെ ഞാൻ ഒരു മാന്ത പൊരിച്ചതും ഏറ്റവും പറഞ്ഞത് അതും. അത്രയാണത്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ഈവനിങ് ആയി. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ റൂമിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ഇന്ന് നൈറ്റുള്ള ഫുഡും നാളെ മോർണിംഗുള്ള ഫുഡും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത് ഫുഡ് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഹോട്ടലിലുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ശരിയാവും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഉച്ചയ്ക്കത്തെ പിന്നെ ചോറായതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല വിചാരിക്കുക. രാവിലത്തെയും രാത്രിത്തെയൊക്കെ വേറെ ഓരോന്ന് കഴിക്കുമ്പോൾ ഒരു ശരി അതാകുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഏട്ടൻ്റെ റൂമിൽ പോയി റിസ്ക് എടുത്ത് പോയി ഉണ്ടാക്കുന്നത്. പക്ഷേ അതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ സേഫായിട്ട് കഴിക്കാമല്ലോ ഫുഡ് കഴിച്ചിട്ട്. ഇത് എന്നും ഹോട്ടലിൽ ഇത്രയും ദിവസം ഡെയിലി ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാബയ്ക്ക് അത്ര വലിയ ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പുറത്ത് ഏട്ടൻ്റെ റൂമിലേക്ക് തന്നെ പോവാം ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നൈറ്റത്തെ ഫുഡും ആയി, നാളെ മോർണിംഗത്തെ ഫുഡും ആയി. അപ്പോൾ ആ രണ്ട് ടൈമിലുള്ള ഓക്കെ ആയി. അതുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കാൻ വെച്ച് സിമ്പിളായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. നിങ്ങൾ ചപ്പാത്തി, എന്തെങ്കിലും കറി, ഇന്നിപ്പം തക്കാളിക്കറിയോ അങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. നൈറ്റ് സിമ്പിളായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതാകുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് സേഫായിട്ട് പേടിക്കാണ്ട് കഴിക്കാം. മറ്റേത് ഹോട്ടലിലാകുമ്പോൾ അത് ഒരു അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ കഴിയില്ല. സോ അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ പോയി ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഏട്ടൻ്റെ റൂമിലേക്ക്, തക്കാളിക്കറി ഉണ്ടാക്കണത്. ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി തിരിച്ച് വന്നു, റൂമിലെത്തി. ഉണ്ടാക്കിയ ഫുഡ് ചപ്പാത്തി, തക്കാളിക്കറി, പിന്നെ സോസേജ് ഇത്രയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി കഴിക്കും. കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം കിടക്കും. രാവിലെ നേരത്തെ ഏട്ടന് ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് ലേറ്റാവും. അതുകൊണ്ട് കഴിക്കാം, പിന്നെ വേഗം ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം കിടന്നുറങ്ങും. അപ്പം അടുത്ത ദിവസത്തെ ഇതിൽ കാണാം കേട്ടോ. ബൈ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ദുബായിലെ 4th ഡേ ആണ്. ഇന്ന് മോർണിംഗ് ഒക്കെ നല്ല മോർണിംഗ് ആയിരുന്നു. മോർണിംഗ് കുറച്ച് ലേറ്റായിപ്പോയി എണീക്കാൻ. ഏട്ടന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് എണീക്കാൻ വേണ്ടി തന്നെ ലേറ്റായിപ്പോയി. അലാറം അടിഞ്ഞ് അത് പിന്നെ ഓഫാക്കി പിന്നെയും കടന്നു പോയപ്പോൾ സീനായി. പിന്നെ പെട്ടെന്നെല്ലാം കൂടി ചെയ്ത് പോയതായിരുന്നു ഏട്ടൻ. അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഫുഡ്, എനിക്കുള്ള മോർണിംഗ് ഫുഡ്
റെഡിയാക്കാണ്. യെസ്റ്റർഡേ കഴിച്ച ഫുഡ് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാവിലെയും രാത്രിയിട്ടു അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പോയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. 2 ചപ്പാത്തിയും പിന്നെ കറി, തക്കാളി കറി. സോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഹലോ, ഇത്രയും ടൈം എഡിറ്റിങ്ങിലായിരുന്നു. ഉച്ചയായി ഇവിടെ. ഇത്രയും ടൈം ഫോണിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് സമയം പോയത് പറഞ്ഞില്ല. ഞാൻ ഓർഡർ ചെയ്യാനും ലേറ്റായി. ഏട്ടൻ മെസ്സേജ് അയച്ചപ്പോഴാണ് ഫുഡ് ഓർഡർ ചെയ്തില്ലേ ചോദിച്ചപ്പോഴാണ് ഞാൻ ടൈം തന്നെ നോക്കുന്നത്. 12 ആയാൽ നോക്കുന്നത്. 1 മണിക്കൂർ മുമ്പേയൊക്കെ ഓർഡർ ചെയ്താലേ ഇവിടെ ഫുഡ് അപ്പോഴേക്ക് എത്തുള്ളൂ. കാരണം നിയർ ബൈ ഹോട്ടൽസ് ഭയങ്കര കുറവാണ്. ഈ ഹോട്ടലിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റ് ഭയങ്കര കുറവാണ്. കുറച്ചൊന്ന് വിട്ടൊക്കെയാണുള്ളത്. അതാണ് അധികവും ഡെലിവറി കുറച്ച് ഇങ്ങോട്ടേക്ക് വരാൻ അവർക്ക് ബുദ്ധിമുട്ടാവുന്നതൊക്കെ. സോ അപ്പോൾ 1 ഹവറിൻ്റെ അടുത്ത് വരും അവർ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ട് തരാൻ വേണ്ടിയിട്ട്. അപ്പം ഉച്ചയ്ക്ക് എപ്പോഴത്തെ പോലെ തന്നെ ഞാൻ ചോറ് തന്നെയാണ് ഓർഡർ ചെയ്യുക. വേറെ ഒന്നും ഞാൻ കഴിക്കുന്നില്ല. ഇന്ന് ഞാൻ എന്നും വാങ്ങുന്ന ഒരു കടവത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. മലയാളി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അവിടെ നിന്നായിരുന്നു ഞാൻ വാങ്ങാറ്. ഇന്നൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോയപ്പം വേറൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അത് കടവത്തൂർ റെസ്റ്റോറൻറ്റിനെ കുറച്ചും കൂടി നിയർ ബൈ ആയിട്ട് തോന്നി. എന്താണ് കറി പോട്ട് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ്. അപ്പം അതും മലയാളി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പം ഇത് വാങ്ങിയത്. പൊതിച്ചോറാണ് ഇന്ന് ഓർഡർ ചെയ്തത്. നോക്കട്ടെ എന്തൊക്കെ ഉള്ളത് എന്നുള്ളതൊക്കെ കാണിച്ചു തരേ. കോഴിമുട്ടി, പപ്പടവും എല്ലാം മിക്സ് ചെയ്ത് ഉപ്പേരി, എന്തൊക്കെയൊക്കെ ഉപ്പേരികളോ. ഇനി ഓരോരോ ഭാഗത്തുനിന്ന് ടേസ്റ്റ് മനസ്സിലാക്കി കിട്ടുമ്പോഴായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു പൊതിച്ചോറ് വാങ്ങിയപ്പോഴായിരുന്നു എന്തായിരുന്നു ഇത് പുളി ഉണ്ടായിരുന്നു. പുളീൻ്റെ ടേസ്റ്റ് ഏതോ ഭാഗത്തുനിന്ന്, പക്ഷെ പുളി എവിടെ അത് കണ്ടില്ല. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ ഏതോ ഭാഗത്തുനിന്ന് ഒരു പുളീൻ്റെ ടേസ്റ്റ് കിട്ടി. സോ അതേപോലെ എനിക്കിത് മനസ്സിലാവില്ല എന്തൊക്കെയൊക്കെ എവിടെയൊക്കെ ഉള്ളതെന്ന്. കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ എക്സ്ട്രാ ഇതില്ലാണ്ട് പായസം ഞാൻ എപ്പോഴത്തെ പോലെ കുടിക്കില്ല, ഏട്ടന് കൊടുക്കും. പിന്നെ ഇത് തൈരൊക്കെ എവിടുന്നും കിട്ടിയില്ല കേട്ടോ. ഹോട്ടൽസിൽ നിന്നൊക്കെ മോര് എനിക്ക് കിട്ടില്ല. ഇത് നല്ല കട്ടി തൈര്. എനിക്ക് തൈര് ഇഷ്ടമാണ്. തൈര് നമുക്ക് എടുക്കാം. പിന്നെ കറി, എന്ത് കറിയാണാവോ? ഒരു പച്ചക്കറി ആണ്. ഇതൊരു പച്ചക്കറിയും പിന്നെ മീൻകറിയാണെന്ന് തോന്നുന്നു. മീൻകറി ആണെങ്കിൽ എനിക്ക് വേണ്ട. ഐ തിങ്ക് മീൻകറിയാണെന്ന് തോന്നുന്നു. എന്തോ കറി എന്തായാലും നോക്കാം. അവിടെ വയ്ക്കണ്ടേ. അപ്പം ഇത്രയാണ് ഫുഡ് ഉള്ളത്. അപ്പം ഞാൻ കഴിക്കട്ടെ പൊതിച്ചോറ്. ബൈ ബൈ, കഴിച്ചിട്ട് വരെ. ഹലോ, ഇന്നെനിക്കിപ്പോൾ ഒരു ചെറിയൊരു പണിയുണ്ട്. എൻ്റെ ഫേസ് ലിപ്പൊക്കെ കണ്ടു ഫുൾ പൊട്ടി അവസ്ഥയുണ്ട്. ഡ്രൈ ആയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീട്ടിൽ നല്ലപോലെ ഡ്രൈ ആവുന്നുണ്ട് ലിപ്പെന്ന്. സോ അതുകൊണ്ട് ലിപ്പിനും ഫേസിനും വേണ്ടിയിട്ടൊരു ചെറിയൊരു പണി എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നാളെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടൊരു ഇത് വരുന്ന സമയത്തായിരിക്കും മെയിനായിട്ട് സ്കിന്നും ലിപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജ് വരിക. അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര ഒരു ക്ലിയർ ആയിട്ട് ലിപ്പിനൊന്നും ഒരു പ്രശ്നം ഒന്നും ഉണ്ടല്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുന്ന സമയത്ത് അപ്പം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഓരോ കോലം. ഒന്നും ഉണ്ടല്ലോ. എൻ്റെ ലിപ്പ് ഇതാണ് ഇപ്പത്തെ എൻ്റെ ചുണ്ടിൻ്റെ അവസ്ഥ. എൻ്റെ ഫേസ് വൈറ്റ് ഹെഡ്സ് വരുന്നുണ്ട് ഇവിടെയൊക്കെ വല്ലാണ്ട്. അതും പിന്നെ ഒരു സുഖമല്ല. അതുകൊണ്ട് ലിപ്പിനാണ് മെയിനായിട്ട്, പിന്നെ സ്കിന്നിനും. അപ്പോൾ ഫസ്റ്റ് ഇത് ഞാൻ ചെയ്ത് വെച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രീൻ ടീ ആണ്. എനിക്ക് ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന സാധനം വെച്ചിട്ട് ഞാനൊരു സ്കിൻ സ്ക്രബും ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ ലിപ് സ്ക്രബും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഡെഡ് സ്കിൻസും ഈ വൈറ്റ് ഹെഡ്സൊക്കെ കാരണം ഫേസിൽ സ്കിന്ന് വല്ലാണ്ട് ഒരു
ഒരു സുഖമല്ല. അതേപോലെ ലിപ്പിൻ്റെ കാര്യം കണ്ടില്ലേ നിങ്ങൾ, അങ്ങനെയായിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് റെഡിയാക്കാനും ആയിട്ടാണ്. അപ്പം ഈ റൂമിലിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന സിമ്പിൾ കാര്യം തന്നെയാണ്, ബെനിഫിറ്റുമാണ്. കാരണം നോർമൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം തന്നെ, ഗ്രീൻ ടീ എല്ലാ ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. സോ അതും പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി തേനുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഗ്രീൻ ടീയിൽ ചൂടാക്കിയ വെള്ളത്തിൽ ഗ്രീൻ ടീ ഈ ബാഗ് ഇട്ട് വെച്ചിട്ട് അതിൽ തേനും ഒഴിച്ചതാണ്, കുറച്ച് തേനും ഒഴിച്ച് വെച്ചതാണ് ഞാനത്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ എടുത്ത് വെക്കുകയാണ്. ഇത് ഫേസിനുള്ളതാണ്. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി ഇതിങ്ങനെ തന്നെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലിപ്പിനുള്ള സാധനം നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കാം. അപ്പം നമുക്കിങ്ങനെ ഹോട്ടൽസിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ അവസ്ഥ പോലെ വരികയാണെങ്കിലൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം എല്ലാ ഹോട്ടലിലും കിട്ടുന്നതാണ് ഷുഗർ, ഗ്രീൻ ടീ, അങ്ങനത്തെ സാധനമൊക്കെ. ഈ ഷുഗറും ഗ്രീൻ ടീ ഒക്കെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാം, കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ. അപ്പോൾ അത് ഷുഗറാണ്. ഒരു പാത്രത്തിൽ ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് ഷുഗർ, ഈ ഒരു ഇതിലുള്ള ഇത്ര ഷുഗറും പിന്നെ വേണ്ടത് ഹണിയാണ്. ഹണി ഹോട്ടലിൽ നിന്ന് കിട്ടില്ല, അതെൻ്റെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ ഹണി ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുക്കുകയാണ്. കുറച്ച് ഹണി കൂടി ഇതിലേക്ക്, ഈ ഒരു ഷുഗറിലേക്ക് ഷുഗറും ഹണിയും മിക്സ് ചെയ്യാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഷുഗർ ഞാൻ വലിയ തരിയുള്ള ഷുഗർ അല്ല, പഞ്ചസാര അല്ല എടുത്തത്, ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് കേട്ടോ എടുത്തത്. വലിയ തരിയുള്ളതും ഉണ്ട് ഇവിടെ, പക്ഷെ ഇപ്പം ഞാൻ ചെറുതെടുത്തത്. ഭയങ്കര വലിയ തരിയുള്ളതാകുമ്പോൾ എനിക്ക് അത്ര സ്ക്രബ് ചെയ്യാൻ ലിപ്പിലല്ലേ സ്ക്രബ് ചെയ്യാൻ എന്നിട്ട് സുഖമായിട്ട് തോന്നാറില്ല. കുറച്ച് തരി കുറവുള്ള ടൈപ്പ് എടുക്കുമ്പോഴാണ്, നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനത്തെ നോക്കി എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഇത് സ്ക്രബ് ചെയ്യാൻ എനിക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നാറ്. ഇതിങ്ങനെയാണുള്ളത്. അത് വെച്ചിട്ട് നല്ല പൊടി, ചിലപ്പോൾ നല്ല പൊടി പൗഡറായിട്ടുള്ള ഷുഗർ കിട്ടും. അതല്ല കേട്ടോ വേണ്ടത്, ചെറിയൊരു തരി വേണോ, ഓവർ വലിയ വലിയ തരികൾ വേണ്ടെന്ന് കേട്ടോ ഉദ്ദേശിച്ചേ. അപ്പം ലിപ് സ്ക്രബ്ബർ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ ടീൻ്റെ ഈ വെള്ളം. ഇതാ ഇനി ഇതിൽ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രീൻ ടീ ബാഗില്ലേ, നമ്മൾ ഈ ഒരു ബാഗ് ഉള്ള ഈ ഗ്രീൻ ടീ ഒന്ന് പിഴിഞ്ഞിട്ട് ഈ ഒരു ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഗ്രീൻ ടീ സാധനം പൊടി അതിലിടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഫേസും സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഈ ഗ്രീൻ ടീൻ്റെ ഈ ഒരു ലീഫിൻ്റെ പൊടി ഉണ്ട്, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോയിൽ എൻ്റെ ഫേസ് വാഷിൽ ഞാൻ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഫേസ് വാഷാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഗ്രീൻ ടീ ഒക്കെ ഫേസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, കോഫി പൗഡർ അല്ലേ യൂസ് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നവരോട് പറയുകയാണ്. ഗ്രീൻ ടീ ഫേസിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്. നമ്മൾ ഇപ്പോൾ ഈ റിങ്കിൾസൊക്കെ ഉള്ളവർക്കും വരാതിരിക്കാനും ഒക്കെ നല്ലതാണ്, സോഫ്റ്റൻ ചെയ്യാനും. കുറച്ച് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ ഗ്രീൻ ടീ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് മൊത്തം ഞാൻ ഈ ഗ്ലാസ് ഇതിലേക്ക് ഇടുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ സ്ക്രബ് ചെയ്യാനുള്ളതും മൊത്തത്തിലാണ് ഉള്ളത്. എന്നിട്ട് ഞാനിപ്പോൾ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന്, ഇതൊരു വെള്ളം പോലെ ആയിരിക്കും ഉണ്ടാവുക, അത്ര തിക്ക് ഉണ്ടാവില്ല ഉണ്ടാ. പക്ഷെ നമ്മൾ ഫേസിൽ ജസ്റ്റ് നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കാട്ടിയാൽ മതി. ഈ ഒരു ഗ്രീൻ ടീൻ്റെ ലീഫ് എടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ പിന്നെ ഹണിയാണ് ഉള്ളത്, ഹണിയും ഗ്രീൻ ടീൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതിൽ കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ നമ്മൾ കടലമാവൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഒരു പാക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ മാത്രമാണ് ചെയ്യുന്നത്. ഒരു പാക്കായി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഈ ഒരു ഇതിലേക്ക് തന്നെ അങ്ങനെ യൂസ് ചെയ്താലും മതി. ചെറുതായിട്ട് ഇത് കുറച്ചൊരു ഒരം പോലായിട്ട് മുഖത്തിട്ട് ഒരതൊന്നും ചെയ്യരുത്, മെല്ലെ
വെറുതെ വെള്ളം വെള്ളം ആക്കിയാൽ മതി കേട്ടോ. എനിക്ക് നോസിൻ്റെ സൈഡിൽ അതുപോലെ എൻ്റെ ഇവിടെയൊക്കെ ആയിട്ടാണ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു 10 മിനിറ്റ്സ് സോഫ്റ്റായിട്ട് നമ്മളൊന്ന് ഇങ്ങനെ കാട്ടി കൊടുത്താൽ അത് ഇങ്ങനെ വെച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളിന്ന് ഇങ്ങനെ ഒന്ന് കാട്ടി അതുപോലെ നെക്കിലും ഒന്ന് എങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് നോർമൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള ഫേസ് ആട്ടോ അത്. ഇപ്പോൾ ഓക്കെ ആയിട്ട് ഇനി അടുത്ത് നമുക്ക് ലിപ്പിനുള്ളത് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഹണിയും ഷുഗറും കൂടിയുള്ള ഇത് നന്നായിട്ട് ചുണ്ടിൽ ഒന്ന് ജസ്റ്റ് സോഫ്റ്റായിട്ട് ലിപ്പിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം അങ്ങനെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ലിപ്പ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട ലിപ്പും ഇപ്പത്തും റെഡിയായി. വേറെ ഒന്നുമല്ല, ആ ഡെഡ് സ്കിൻ ഒന്ന് റിമൂവ് ആയി ഒന്ന് സോഫ്റ്റായി, അതാണ് ഇപ്പം ആയത്. സോ ഇത് ഫുൾ ഇങ്ങനെ തന്നെ എന്നും കലകാതെ നിൽക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയത്. ഇനി നാളെ ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് പെട്ടെന്ന് ഡ്രൈ ആവാറുണ്ട് എൻ്റെ ലിപ്പെന്ന്. അതുകൊണ്ട് ഇനി നാളെ ആകുമ്പോൾ വീണ്ടും ഡ്രൈ ആവുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്നും കൂടി ലിപ്പിന് ഒന്നും കൂടി ചെയ്യേണ്ടി വരും. കാരണം എനിക്ക് ഡ്രൈ ആവുന്ന ലിപ്പിൽ ലിപ്സ്റ്റിക് ഇട്ടാൽ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും ഉണ്ടാവുക. സോ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ ലിപ്പൊന്ന് സോഫ്റ്റായി ആ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടി. അല്ലാതെ നമ്മളങ്ങോട്ട് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മുറി വരും. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഇങ്ങനെ കിടക്കുന്നത് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മുറിയാവും. അപ്പോൾ ഇതിനോട് നല്ലത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്നാൽ ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാല്ല. ജസ്റ്റ് ഒന്ന് ലിപ് ബാം ഇടാൻ, ഫേസിലാണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോകാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. സോ അപ്പോൾ ഞങ്ങൾ എന്നാൽ വേഗം പോട്ടോ. ഇപ്പോൾ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് വന്നതാണ് കാരക്ക വാങ്ങാൻ വേണ്ടിയിട്ട്. ഖജൂർ കാരക്കയാണ് ഞങ്ങൾ വാങ്ങണേ. ഇത് പലസ്തീനിയൻ മെജ്ദൂർ ഡേറ്റ്സ് ആണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഇതാണ് ദുബായ് റാസൽഖോറിൽ വെജിറ്റബിൾ മാർക്കറ്റിലാണ്. ഇവിടെ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരും, പക്ഷെ എനിക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാനൊരു കാരക്ക മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ. ഇവിടെ ഫുള്ള് വെജിറ്റബിൾ ഞാൻ കാണിച്ചു തരാം. ഫ്രൂട്ട്സ് ആണ്, ഫ്രൂട്ട് സെക്ഷൻ. വീണ്ടും ഞാൻ നെസ്റ്റോയിൽ വന്നതാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏട്ടന് ക്രേവിങ്സ് തോന്നിയൊരു സാധനം, അത് എന്താണെന്ന് കാണിച്ചേനെ. ഇതാണ് രസ്മലായി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഒറ്റൊന്നും വാങ്ങിയുള്ള ഏട്ടന് ക്രേവിങ്സിന് എനിക്ക് വേണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. എൻ്റെ ബാക്കിലുള്ളതാട്ടോ നെസ്റ്റോ ആണ് കാണുന്നത്. എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവിടെ പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഷുഗറിൻ്റെ ആ ശർക്കരേൻ്റെ ആ മധുരമുള്ള ആ വെള്ളം ഒഴിക്കാതെ ആ എരിയുള്ള സ്പൈസി ആയിട്ടുള്ള അത് മാത്രം വെച്ചിട്ട് ഞാൻ കഴിക്കുന്നത്. കുറച്ച് മുമ്പ് എനിക്ക് നാട്ടിലുള്ള സമയത്ത് പാനിപ്പൂരീൻ്റെ ഒരു ക്രേവിങ്സ് വന്നിരുന്നു, വല്ലാത്ത പാനിപ്പൂരി ക്രേവിങ്സ്. അന്ന് എന്തോ ബന്ധമില്ലല്ലോ, എന്തോ നോമ്പിൻ്റെ സമയം അങ്ങനെ എന്തോ ആയിട്ട് എവിടെയും പാനിപ്പൂരി ഒന്നും കിട്ടാത്ത സമയം. എന്നിട്ട് എൻ്റെ അനിയനോട് ഞാൻ കറക്റ്റ് ടൈമിന് ഇനി പറഞ്ഞത് പാനിപ്പൂരി വേണമെന്ന്. എന്നിട്ടാണെങ്കിൽ എന്നിട്ട് എന്നെ വിളിച്ചറിയാം, എനിക്ക് വേറെ ഒരു ദിവസം കിട്ടിയില്ലേ പാനിപ്പൂരി വാങ്ങാൻ പറയാൻ വേണ്ടിയിട്ട്. അന്ന് ഫുൾ, അല്ലെങ്കിൽ ഒരു പാനിപ്പൂരി ഉള്ളിടത്തൊക്കെ അന്ന് ഫുൾ അടവായിരുന്നു, ഒന്നും തുറന്നില്ലേന്. പക്ഷെ അന്നത്തെ ആ ഡേ എനിക്ക് ഭയങ്കര പാനിപ്പൂരി തിന്നാൻ വേണ്ടി ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് ഇപ്പോൾ ഒന്ന് ആയത് കിട്ടിയത്. അതുകൊണ്ട് പക്ഷേ എനിക്ക് ഷുഗർ കഴിക്കാൻ പറ്റൂല, അതുകൊണ്ട് ആ മധുരമുള്ളതല്ലാത്ത ആ സ്പൈസി ആയിട്ടുള്ളത് മാത്രം അവരോട് പ്രത്യേകം പറഞ്ഞിട്ട് ഷുഗറിൻ്റെ ഇടാതെ സ്പൈസി ഉള്ളത് മാത്രം ഇട്ടിട്ട് അങ്ങനെ തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് കഴിക്കട്ടെ.
ഞാൻ തുടരും മൂവി കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കയറിയതാണ്. ഇത് മൂവി കാണാൻ വരുന്നുള്ളത് അറിഞ്ഞില്ല, എന്നെ സർപ്രൈസ് ആയിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഏട്ടൻ മൂവിക്ക് പോകുന്നുള്ള കാര്യം. ഞാൻ മൂവി കണ്ടിട്ടില്ലായിരുന്നു, തുടരാൻ മൂവി ഏട്ടൻ കണ്ടിട്ടുണ്ട് മുമ്പ്. അവരോട് പറയാതെ സർപ്രൈസ് ആയിട്ട് ടിക്കറ്റ് എടുത്ത് ഈ മാളിന് ഞാൻ നെസ്റ്റോക്ക് വരാന്നുള്ളതിൽ വന്നതായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് മൂവി ഉണ്ട്, മൂവിക്ക് എടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഏട്ടന് മൂവിക്ക് ടിക്കറ്റ് എടുത്തുള്ളൊരിതായി. ഇപ്പോൾ മൂവി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഹാഫ് ടൈമാണ്, മൂവി കണ്ടു കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങളിപ്പോൾ മൂവിയൊക്കെ കണ്ട് കഴിഞ്ഞ് ഇപ്പോൾ റൂമിലെത്തി. നല്ല മൂവി ആയിരുന്നു കേട്ടോ. ഇനിയും കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുനോക്കൂ കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് മന്തി വാങ്ങി, പാഴ്സൽ വാങ്ങി. കാരണം ദുബായിലെത്തിയിട്ട് മന്തി കഴിക്കാതെ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്, നമ്മളെ നാട്ടിലത്തെ മന്തി പോലെ തന്നെ ആണോ എന്നൊക്കെ നോക്കട്ടെ. അത് മന്തി വാങ്ങിയിട്ട് കുറച്ച് മന്തി മാത്രം. പിന്നെ നാളെ നേരത്തെ എണീക്കണം. നാളെ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എണീക്കണം. അതുകൊണ്ട് വേഗം കിടക്കട്ടെ, അപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ ഇനി കഴിക്കുക, കിടക്കുക, അത്രയേ ഉള്ളൂ. ബൈ. ഗുഡ് മോർണിംഗ്. ഇന്ന് ദുബായിലെ ഡേ 5 ആണ്. അപ്പോൾ ഇന്ന് ദുബായിലത്തെ ലാസ്റ്റ് ഡേ ആണ് എൻ്റെ. കാരണം ഇന്നത്തെ നൈറ്റ് ഞാൻ റിട്ടേൺ ആവും. അതായത് നാട്ടിൽ ഞാൻ ഏർലി മോർണിംഗ് നാട്ടിലെത്തുന്ന വിധത്തിൽ ഞാൻ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് ലാസ്റ്റ് ദുബായ് ഡേ വ്ലോഗായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ദുബായിൽ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് വിത്ത് മൈ ബേബി. സോ അതുകൊണ്ട് ഏർലി മോർണിംഗ് തന്നെ ഇവിടുന്ന് ഇറങ്ങണം. ഇപ്പോൾ ടൈം 3 മണി ആയിട്ടുള്ളൂ. 4:15 ആകുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. അതായത് ഇവിടുത്തെ ലൈറ്റിങ്ങും ഇതൊക്കെ ഇഷ്യൂ ആകുന്നതുകൊണ്ട് വേഗം ഏറ്റവും നേരത്തെ വേണം ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9 മണി വരെയൊക്കെ മാക്സിമം ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിൽ അത്രയും ഇതാകുമ്പോൾ നടക്കില്ല. അതുകൊണ്ട് നേരത്തെ എണീറ്റിട്ട് വേണം ഒക്കെ ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഫേസ് ജസ്റ്റ് വാഷ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല ഫേസിൽ. അപ്പം വേഗം തന്നെ മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാൻ ടൈമില്ല. കാരണം എനിക്ക് ആകെ 1 മണിക്കൂറുള്ള മാറ്റാനും എല്ലാത്തിനും കൂടിയിട്ട്. അതുകൊണ്ടൊക്കെ മാറ്റി കഴിഞ്ഞ് മേക്കപ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ അവിടെ എത്തിയിട്ട് കുറച്ച് ചെറിയ ക്ലിപ്പ്, അവിടെ എവിടെയൊക്കെയാണ് പ്ലേസ് എന്നൊന്നും എനിക്കറിയില്ല കറക്റ്റ് എവിടെയാണ് ഇത് പോണത് ഷൂട്ട് ചെയ്യാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡൺ മൈ മേക്കപ്പ്. എങ്ങനെയുണ്ട്? അധികം ഓവറൊന്നും ആക്കിയില്ല, സിമ്പിളാക്കിയിട്ടൊരു മേക്കപ്പ് ലുക്കാണ്. ഹലോ. ഒരു ഫസ്റ്റ് ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ബുർജ് ഖലീഫേൻ്റെ അവിടുന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോഷൂട്ട് ഇതാ ഇവിടുന്നാണ്, ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തു നിന്നാണ്. അതിൻ്റെ ഉള്ളിലുള്ള പാർക്കിൽ നിന്നാണ് അടുത്ത ഫോട്ടോഷൂട്ട് വരുന്നത്. ഈ ഒരു ഡ്രസ്സിൽ വരുന്നത്. ഇപ്പം തന്നെ ടൈം 8 മണിയായി. കുറച്ച് വെയിലൊക്കെ വന്ന് ഉള്ള സീനായി. പക്ഷെ പാർക്കിങ്ങിൽ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വെയിലുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. ഹലോ. ഇപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞെത്തി. ഞാൻ കുറച്ച് നേരം കിടന്ന്, കാരണം ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. എത്തിയത് ഒരു 11:30 ആയപ്പോൾ, അവിടുത്തെ ഒരു 11:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഏർലി മോർണിംഗ് 3 മണി ആയപ്പോൾ എണീറ്റ് പോയതല്ലേ. സോ പിന്നെ ഞാൻ ഇന്നലെ നൈറ്റ് കിടന്നത് തന്നെ ലേറ്റായിട്ടായിരുന്നു, സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തീരെ ഉറക്കം കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം. അപ്പം വേഗം വന്ന് അപ്പോൾ തന്നെ ഒന്ന് കിടന്നപ്പോൾ 1 മണി ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. പിന്നെ ഫുഡിൻ്റെ ആണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മന്തി ആയിരുന്നു ഇന്നലെ നൈറ്റ് ഇവിടുത്തെ ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ നിന്ന്
മന്തി വാങ്ങിയത്. മന്തി പറയാൻ പറ്റില്ല, എന്താ പറയുക, നമ്മുടെ നാട്ടിലത്തെ മന്തീൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല ഇത്. ഇതൊരു അറബി ഷോപ്പിൽ നിന്ന് തന്നെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ പറഞ്ഞത് തന്നെ ഇവിടെ നല്ല മന്തിയാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റാണ് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു. പക്ഷേ എനിക്ക് ടേസ്റ്റിലും കുറച്ചൊരു ഡിഫറൻസ് തോന്നി. എനിക്ക് കുറച്ചുകൂടി നാട്ടിൽത്തന്നെ കുറച്ചും കൂടി ഒരു ഡിഫറൻസ് തോന്നി ഒരു ടേസ്റ്റിൽ. ആ റൈസിന് തന്നെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ മയോണൈസൊന്നും കിട്ടിയിട്ടില്ല ഇതിലൊരു. ഈ ഒരു ഡ്രിങ്ക്, ഈ ഒരു ഇതെന്താ പറയുക, ഈ ഒരു വെള്ളവും പിന്നെ ഒരു ടൊമാറ്റോൻ്റെ ഒരു ജ്യൂസ് പോലെ ആ ഒരു ഇതും. ആ ടൊമാറ്റോൻ്റെത് നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടും, പക്ഷേ ഈ ഒരു ടേസ്റ്റ് അല്ല നമ്മൾ ആ ടൊമാറ്റോൻ്റെത് ആ ഒരു ഇത് കിട്ടുക. ഇത് കുറച്ചൊരു വ്യത്യാസമുണ്ട് രണ്ടിലും. പിന്നെ മയോണൈസൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ചൊരു എരിവ് പുളി അങ്ങനത്തെ ഒക്കെ ഒരു ഇത് കൂടുതലായിരിക്കുമല്ലോ. ഇവിടെ അങ്ങനെ ഒന്ന് കുറച്ച് കുറവാണ്. പക്ഷെ രസമുണ്ട് ടേസ്റ്റ്, വേറെ പോലത്തെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ട്. അപ്പോൾ ഇന്നലെ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇന്നലെ നൈറ്റ് അധികം ഫുഡ് വേണ്ടാത്തതുകൊണ്ട് ഒന്ന് തന്നെ ഷെയർ ചെയ്തിട്ട് കഴിച്ചിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇതിപ്പം ഉച്ചയ്ക്ക് ഇപ്പം അത് മതിയതുകൊണ്ട് ഞാൻ അപ്പോൾ ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. ഫുഡ് ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ ഓർഡർ ചെയ്യേണ്ടതും അങ്ങനത്തെ ഇതൊന്നും വേണമെന്നില്ല. അതുകൊണ്ട് ആ ടൈം എണീറ്റാൽ മതി. എത്രയും നേരം കിടക്കാമെന്ന് വെച്ചിട്ട് ഇത്രയും നേരം കിടക്കുകയായിരുന്നു. ഇനി നല്ല മന്തി കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വേറൊരു ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ നാട്ടിലത്തെ മന്തി പോലെയല്ല, വേറൊരു ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ മന്തിക്ക്. പിന്നെ ഇവിടെ മലയാളി നോർമൽ നമ്മുടെ നാട്ടിലത്തെ അതേപോലത്തെ ടേസ്റ്റുള്ള മന്തി ഒക്കെ കിട്ടുമ്പോഴോ മലയാളി ആ റെസ്റ്റോറൻറ്റ്സിലൊക്കെ അങ്ങനെ കിട്ടും. അധികം എല്ലാവരും അങ്ങനെ പോവാം. പക്ഷെ എനിക്ക് ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ട്രൈ ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഇഷ്ടം. സെയിം നാട്ടിലത്തെ ടേസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണം, പിന്നെ നാട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ എന്നുള്ളൊരിതാണ്. കാരണം എനിക്ക് വേറെ വേറെ ടേസ്റ്റുള്ള സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പം എന്നല്ല, പണ്ടേ ഒക്കെ തന്നെ ആയിരുന്നു. ഓരോ പുതിയ സാധനങ്ങൾ കഴിച്ചു നോക്കാൻ ഭയങ്കര ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്തി നാട്ടിലത്തെ പോലത്തെ മന്തി കിട്ടുന്നിടത്ത് പോകണ്ട, വെറൈറ്റി ആയിട്ട് കിട്ടുന്നിടത്ത്. ചിലവർക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇവിടുത്തെ മന്തീൻ്റെ ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടപ്പെടാറില്ല, നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ. അവർ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു മന്തീൻ്റെ ആ ഒരു ടേസ്റ്റിലുള്ളതാണ് നോക്കി വാങ്ങുകയൊക്കെ ചെയ്യുക. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറൊരു ടേസ്റ്റ് ഉണ്ട്, കുറച്ചൊരു ഡിഫറെൻറ്റ്. റൈസിനാണെങ്കിലും ആ ഒരു എക്സ്പെഷ്യലി അവർ മന്തി, നമ്മൾ അൽഫാം മന്തി അങ്ങനെയൊന്നുമല്ല, നോർമൽ മന്തി ചിക്കൻ തന്നെയാണ് വാങ്ങിയത്. എനിക്ക് നാട്ടിലത്തെ മന്തി നോർമൽ ആ ചിക്കൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം അൽഫാമോ അല്ലെങ്കിൽ പെരി പെരി അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു വാങ്ങാറ്. പക്ഷേ ഇവിടുത്തേത് നോർമൽ ചിക്കൻ തന്നെയാണ് വാങ്ങിയത്. പക്ഷെ അത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേത് നമ്മുടെ നാട്ടിലത്തെ ആ കോട്ടിങ് നോർമൽ ഇതൊരു തോല് പോലെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി. പിന്നെ നല്ലൊരിത് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല, ആ ഒരു വെള്ള ചിക്കൻ്റെ നോർമൽ മന്തീൻ്റെ. അതുകൊണ്ട് ഞാൻ അൽഫാം മന്തിയോ അങ്ങനെ എന്തെങ്കിലും അതിന് കഴിക്കല്. നാട്ടിലാകുമ്പോൾ മന്തി ഓർഡർ ചെയ്യുന്ന ടൈമിൽ. പക്ഷെ ഇവിടെ നോർമൽ സാധാ ആ ചിക്കൻ മന്തിക്ക് തന്നെ ആ ചിക്കൻ തന്നെ നല്ല സോഫ്റ്റ് ചിക്കനും ഇതിന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു വേറെ ടേസ്റ്റ് ഉണ്ട്. സോ എനിക്കിഷ്ടപ്പെട്ട്. അങ്ങനെയൊക്കെ എൻ്റെ പോലത്തെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ വേറെ വേറെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചൂസ് ചെയ്തിട്ട് വാങ്ങാം കേട്ടോ. അല്ലാതെ സെയിം ടേസ്റ്റിനെ കഴിച്ചാൽ എന്താ ഇത്, വേറെ വേറെ ടേസ്റ്റുള്ളതൊക്കെ ഓരോന്നും കഴിക്കണ്ടേ. അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ ഫുഡ് കഴിക്കട്ടെ ഉച്ചയ്ക്ക്. ഏട്ടൻ എന്നെ കൊണ്ടാക്കി വന്ന് വീണ്ടും ഒന്ന് ഓഫീസിൽ പോയതായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഏട്ടൻ വരൂ. ഇനിയിപ്പോൾ അത് വന്നാൽ പാക്കിങ്ങിൻ്റെ പരിപാടി. എനിക്ക് അത്ര വലിയ പാക്കിങ്ങിൻ്റെ സാധനങ്ങളോ അങ്ങനെയൊന്നുമില്ല. ചെറിയ ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നും അധികമൊന്നുമില്ല. ജസ്റ്റ് എന്താ കുറച്ച് സാധനം മാത്രമേ എക്സ്ട്രാ വാങ്ങിയിട്ടുള്ളൂ. അത് ഞാൻ കൊണ്ടുവന്ന ബാഗിൽ തന്നെ ഈസി ആയിട്ട് കൊള്ളാമെന്നുള്ളൂ. എനിക്ക് പെട്ടി കെട്ടേണ്ട അങ്ങനത്തെ വലിയ പണിയൊന്നുമില്ല. ആ സമയമാകുമ്പോൾ ചെയ്താൽ മതി സുഖമായിട്ട്. അത് വലിയ ഓവർ കുറേ സാധനങ്ങളൊന്നും കൊണ്ടുപോകാനൊന്നും ഇരിക്കും. പിന്നെ പോകുമ്പോൾ ഞാനും അച്ഛനും കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്കല്ല, വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. പക്ഷെ പോകുമ്പോൾ ഞാനും അച്ഛനും ഉണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു സേഫ് എന്നല്ല, ഒരു ഓക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ എനിക്ക് തന്നെ ഒക്കെ മാനേജ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതൊന്നും വരുന്നില്ല. അച്ഛന് ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ നമുക്കൊരു കംഫർട്ടാണല്ലോ. സോ അതുകൊണ്ട് അങ്ങനെ നാളെ മോർണിംഗ് അവിടെ എത്തും. ഇന്ന് പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ട്, സാരമില്ല. ഇനിയിപ്പോൾ ഏട്ടൻ വന്നാൽ അറിയാം എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. ഒന്നും അറിയില്ല, ചിലപ്പം പോവും എങ്ങോട്ടെങ്കിലും, എന്തെങ്കിലും സാധനം വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും പോവും.
ഏറ്റവും നേരത്തെ എത്തുമല്ലോ. പിന്നെ രാത്രി 10-10:30 ആ ടൈമിലാണ് എനിക്ക് പോകാനുള്ളത്. സോ അത്രയും ടൈം ഇവിടെ തന്നെ നിൽക്കണം. അപ്പം ഇനി ചിലപ്പോൾ ഇനി പോയിരിക്കാം. ഓക്കെ, അപ്പം എന്നാൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഇവിടെ ഫുള്ളൊന്ന് അറേഞ്ച് ചെയ്യണം. ഇവിടെ റൂം ഫുൾ മെസ്സി ആക്കിയിട്ടാണ്. ഞാൻ വന്നപ്പോൾ എന്ത് നീറ്റ് റൂം ചെയ്യുന്നു, ഞാൻ പോകുമ്പോൾ എന്ത് കോലാക്കിയിട്ടിട്ടാണ് പോകണം. ഇവിടെ അത്രയും വൃത്തികേടാക്കിയിട്ടിട്ടുണ്ട്. ഡ്രസ്സാണെങ്കിലൊക്കെ ഫുൾ. ഇന്നിപ്പോൾ ഒന്നാമത് ഷൂട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാം ആരി വലിച്ച ഒന്നും നോക്കിയിട്ടില്ല. കൊണ്ട് വന്നപ്പോൾ തന്നെ മൊത്തം അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒക്കെ കൂടി ചവറാക്കി പോയത് ഇട്ടുണ്ട്. അതുകൊണ്ട് ഒക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണം. അവർ പിന്നെ ക്ലീനിങ്ങിന് ആളൊക്കെ വരും, അതുകൊണ്ട് നമ്മൾ തന്നെ വലിയ ചെയ്യണമെന്നില്ല. പക്ഷേ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഏറ്റവും എന്നെ മുമ്പേക്കൊന്ന് എന്താണ് കവറിലൊക്കെ ആക്കി ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പം അങ്ങനത്തെ ഒക്കെ കുറച്ച് പണികളുണ്ട്. പിന്നെ ഒന്ന് ഫോട്ടോഷൂട്ട് നടന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. അത് ഞാൻ അവിടെ കൊടുക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. പിന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിലും കൊടുക്കുക. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഞാൻ അവിടെ ഇവിടെ കേട്ട് എനിക്ക് ഫോട്ടോ കൊടുക്കുക. അപ്പം അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഹലോ, ഞാനിപ്പോൾ മാറ്റി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ ഏട്ടൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കാണ്ട്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് വേണം അച്ഛനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അതിൻ്റെ അച്ഛനെയും പിക്ക് ചെയ്ത് വേണം നേരെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ടൈമുണ്ട്, നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. ഇനിയിപ്പോൾ ദുബായ് ഇപ്പം ഞാൻ പോവാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാണ് വരിക ഒന്നും അറിയില്ല. ഇനി ഇപ്പം എന്തോ സങ്കടം, പോകാനാകുമ്പോൾ ഒരുമാതിരി എന്തോ പോലെ ഇരിക്കും, വരുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ദുബായ് ഡേയ്സ് ഇൻ മൈ ലൈഫ് ഇവിടെ എൻഡ് ചെയ്യാണ്. ദുബായിലെ 5 ഡേയ്സിൻ്റെ ഒരു വ്ളോഗായിരുന്നു. പാർട്ട് 1 കണ്ടിട്ടുണ്ടാവും, കണ്ടില്ലെങ്കിൽ പാർട്ട് 1 കാണുക. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പം നാട്ടിൽ നിന്ന് കാണാം. എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അതുപോലെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും വരും. എൻ്റെ ഈ ഒരു ചാനലിൽ ബ്യൂട്ടി വ്ളോഗും എൻ്റെ ലൈഫ് സ്റ്റൈല്, എൻ്റെ ഹെയർ, എല്ലാ ടൈപ്പ് വീഡിയോസും കുക്കിങ്ങും ഒക്കെ അടങ്ങിയ ഒരു ചാനലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.